നിലവിൽ ചില ടീമുകൾ 8 മാച്ച് കളിച്ചു കഴിഞ്ഞു. ഒരു ടീമിന് 14 മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ആരൊക്കെ പ്ലേ ഓഫിൽ എത്തുമെന്നതിന്റെ ശക്തമായ സൂചന ലഭിച്ചിരിക്കുകയാണ്. RCB പുറത്തായോ? അവർക്കിനി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അപ്പോൾ 10 ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കൊൽക്കത്തയും ഗുജറാത്തും ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. RCB 8 മാച്ചിലെ 7 എണ്ണത്തിലും തോറ്റിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള 6 മാച്ചിൽ ജയിച്ചാൽ RCBക്ക് 14 പോയിന്റ് നേടാൻ സാധിക്കും. പക്ഷേ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. അതുകൊണ്ട് RCB പുറത്തായിരിക്കുകയാണ്. ഇനി അവസാന നിമിഷം എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ RCBക്ക് കയറാൻ സാധിക്കും. ചില സീസണുകളിൽ 14 പോയിന്റുള്ളവർ കയറിയിട്ടുണ്ട്. പക്ഷേ അതിന് ഭാഗ്യം ആവശ്യമാണ്. അതുമാത്രമല്ല, ഇനിയുള്ള എല്ലാ മാച്ചിലും RCB ജയിക്കുകയും വേണം. ഗുജറാത്തിൽ നിന്ന് ജയിച്ചപ്പോൾ അവർക്ക് 8 പോയിന്റ് ആയിട്ടുണ്ട്. പക്ഷേ ഗുജറാത്ത് 8 മാച്ച് കളിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 6 മാച്ചിലെ 4 എണ്ണത്തിൽ ജയിച്ചാൽ ഗുജറാത്തിന് പ്ലേ ഓഫിലെത്താം. ഡൽഹി, പഞ്ചാബ്, RCB ഇവരുടെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. ഇനി ഇവർക്ക് കയറാൻ എളുപ്പമല്ല. ഇനി ചാൻസ് ഉള്ളത് മുംബൈക്കാണ്. അവർക്ക് അടുത്ത മത്സരത്തിൽ ജയിച്ചാൽ 8 പോയിന്റ് നേടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് കയറി വരാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് CSK, ലക്നൗ ഇവരുടെയും അവസ്ഥ. 7 മാച്ചിൽ നിന്ന് CSK 8 പോയിന്റ് നേടിയിട്ടുണ്ട്. ലക്നൌവിനും അതുപോലെ തന്നെയാണ്. CSK, LSG ഇവർക്ക് ബാക്കിയുള്ള 7 മാച്ചിലെ 4 എണ്ണത്തിൽ ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. നിലവിലിപ്പോൾ 99% പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു ടീമേ ഉള്ളൂ. അത് രാജസ്ഥാനാണ്. കളിച്ച് 7 മാച്ചിലെ 6 എണ്ണത്തിലും ജയിച്ച് 12 പോയിന്റ് അവർക്കുണ്ട്. ജസ്റ്റ് ഇനി 4 പോയിന്റ് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അതായത് 2 കളി ജയിച്ചാൽ രാജസ്ഥാൻ കയറും. അതുകൊണ്ട് രാജസ്ഥാൻ കയറിയെന്ന് തന്നെ ഉറപ്പിക്കാം. ഇതുപോലെ തന്നെയാണ് കൊൽക്കത്ത, SRH ഇവരുടെയും അവസ്ഥ. ഇതിനോടകം തന്നെ 10 പോയിന്റ് നേടിയിട്ടുണ്ട്. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ രാജസ്ഥാൻ, കൊൽക്കത്ത, SRH ഈ 3 ടീമുകൾ 90% മുകളിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഒരു സ്ലോട്ടാണ്. ഇതിലേക്ക് CSK, ലക്നൗ, ഗുജറാത്ത്, മുംബൈ ഈ 4 ടീമുകളാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.